ഒരു സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു വെച്ചാല് കുറച്ച് ദൂരത്തുനിന്ന് ഇവിടെ അഞ്ചരക്കട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മളിതാ ഉമ്മർ സാലിക്കും പിന്നെ ഭാര്യയും കൂടിയിട്ട് നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ്. കുറച്ച് സ്വർണ്ണവും വേണ്ടി വന്നതാണ്. നമ്മുടെ വീഡിയോ കാണണ്ടല്ലോ സ്ഥിരമായിട്ട് വീഡിയോ കണ്ട് ഞാൻ പറഞ്ഞു അഞ്ചരക്കട്ടിക്കുന്ന വരുന്നെങ്കിൽ അവിടെ അടുത്തിരുന്നത് വാങ്ങിക്കോ, ഇത്ര ദൂരം വന്ന് വാങ്ങണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷെ വന്നിട്ട് കണ്ടില്ലേ, വന്നിട്ട് അല്ല ഉച്ചക്ക് വന്നിട്ട് ഞാൻ കണ്ണൂര് പോയിന്. ഞാൻ നോക്കുമ്പോഴത്തേക്ക് 6:30 അത്ര വരെ കുറേ സമയം വെയിറ്റ് ചെയ്ത് പോയി. തളിപ്പറമ്പെല്ലാം ചുറ്റി നേരം കൂട്ടിട്ടില്ല എന്ന് പോയി. ലാസ്റ്റ് അത് നമ്മളെ ഉമ്മർക്കാട് എത്തിയിട്ടില്ല കേട്ടാ. എല്ലാരെയും കാണാൻ പറ്റി. അപ്പൊ ഇത് ഉമ്മർക്കാന്റെ 2 മക്കള്, വൈഫ്, അങ്ങനെയാന്നുള്ള. അപ്പൊ നമ്മളും എല്ലാവരും ഉണ്ട്. നമ്മള് കണ്ണൂരിൽ നിന്ന് വരുന്നതിൻ്റെ ഉണ്ട്, പിന്നെ മക്കള് അസൈഡി സൈഡിലായിട്ട് ഉണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് വളരെയധികം സന്തോഷമുള്ള ദിവസമാണ് ഉമ്മർക്ക് നമ്മളെ ഷോപ്പിൽ വന്നതില്. അപ്പൊ ഇനിയും വരും ഇങ്ങോട്ടേക്ക്. ഞാൻ പറയാം സ്വർണം വാങ്ങാനായിട്ട് വരില്ല, ഇനി ഇതുവഴി പോകും സ്വർണം വാങ്ങാം. സ്വർണം വാങ്ങാനായിട്ട് ആർന്ന് പിന്നെ ഒരു സുഖമില്ല. ഇതേ അവരപ്പോൾ സ്വർണം നോക്കുന്നുണ്ടേ. അപ്പോൾ 2 വള വേണം, ഒരു ചെയിൻ വേണം. അപ്പോൾ ഇവരുടെ അടുത്ത് ചെയിൻ ഉണ്ടല്ല, സത്യം പറയല കുറച്ച് ഉറപ്പ് കുറവാണേ. അപ്പോൾ ഞാൻ പറഞ്ഞു സാലിക്ക ഇത് എടുക്കണ്ട, ഇത് ഉറപ്പ് കുറച്ച് കുറവാന്നുള്ള പറഞ്ഞായിരുന്നു. പിന്നെ അവർ പറഞ്ഞ് കുറച്ച് കാഴ്ചയും വേണം, പിന്നെ നമ്മുടെ ഗ്യാങ്ങിൽ വേറെ ഡിസൈൻ ഉണ്ടായിട്ടില്ല ആ ഒരു തൂക്കത്തിലെ. അങ്ങനെ ഞാൻ പറഞ്ഞ് ഉറപ്പ് കുറവാന്ന് തന്നെ പറഞ്ഞിട്ടെങ്കിലും അതന്നെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. എൻ്റെ ഷോപ്പിൽ ചില കച്ചവടങ്ങൾ അങ്ങനെയാണ്. ഞാൻ പറയും മാറ്റേണ്ടതാങ്കിലേ മാറ്റാൻ പറയുള്ളൂ, അല്ലെങ്കിൽ ഉറപ്പില്ലാത്തത് എടുക്കേണ്ട, ഉറപ്പുള്ളത് എടുത്തോന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ എടുപ്പിക്കലുണ്ട്. വേറെ നല്ല നമ്മുടെ കസ്റ്റമർക്ക് നഷ്ടം വരാൻ പാടില്ല. ഇതാ ഇവരൊക്കെ ഉണ്ട്, ഇവർ ശ്രീകണ്ഠാപുരത്തിന് വൈഫിൻ്റെ 2 പവൻ്റെ ചെയിൻ മാറ്റാൻ വേണ്ടി വന്നതാണ്. ഞാൻ ചെയിൻ എടുത്ത് നോക്കുമ്പോൾ ഒരു ഡാമേജ് ഇല്ല, നല്ല ഉറപ്പുള്ളൊരു സൈസ് ചെയിനാണ്. ഞാൻ പറഞ്ഞത് നിങ്ങളിത് മാറ്റണ്ട, പോളിഷ് ചെയ്ത് തരാമെന്ന് പയ്യെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് പോളിഷ് ചെയ്ത് കൊടുത്ത കാഴ്ചയായത് നോക്കിയാട്ടെ. എന്തായാലും അവർക്ക് 2 പേരുടെ പണിക്കൂലി വലിയ പൈസയും ആ പണിക്കൂലി ലാഭമാക്കി കൊടുക്കാൻ എനിക്ക് പറ്റി. എനിക്ക് ആ കച്ചവടം നടന്നിട്ടില്ലെങ്കിലും എൻ്റെ മനസ്സിന് നല്ലൊരു സുഖം കിട്ടിയേട്ടാ. ഞാൻ പഴയ വീഡിയോയിലെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, ഏത് കച്ചവടക്കാരായാലും വെറും ലാഭം മാത്രം നോക്കി കച്ചവടം ചെയ്യാണ്ട് ഇതുപോലെ മനസ്സുഖം കിട്ടുന്ന രീതിയിൽ കച്ചവടം ചെയ്ത് നോക്കിയാട്ടെ എന്തായാലും നഷ്ടമൊന്നും വരില്ല, കച്ചവടം കൂടും, പിന്നെയോ നല്ല ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതാണ് എൻ്റെ വിശ്വാസം. എന്തായാലും അഞ്ചരക്കണ്ടിക്കുന്ന എന്നെ കാണാനും സ്വർണം വാങ്ങാനും ഇത്രയും ദൂരം വന്ന എൻ്റെ സുഹൃത്തിനും ഫാമിലിയോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്തായാലും അവർക്ക് വേണ്ടത് നല്ല സർവീസ് കൊടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു, അവരെ സന്തോഷിപ്പിക്കാൻ സാധിച്ചെന്ന് വിചാരിക്കുന്നു, നല്ലൊരു യാത്രയപ്പോൾ കൊടുക്കാൻ പറ്റിയെന്നും ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഷോപ്പിലെ വിശേഷങ്ങൾ. ശരി എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.